ഹായ് ഓൾ, ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ ബൈ ട്രപ്പിസോയിഡൽ ആൻഡ് സിംപ്സൺസ് റൂളാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രപ്പിസോയിഡൽ ആൻഡ് സിംപ്സൺസ് റൂൾ പറയുന്നതിന് മുൻപേ നമുക്ക് ജനറൽ ഇൻ്റഗ്രേഷൻ ഫോർമുല ഡിറൈവ് ചെയ്യണം. അതിലെ ഓരോ കേസസ് ആണ് ട്രപ്പിസോയിഡൽ ആൻഡ് സിംപ്സൺസ് റൂൾ. ഫസ്റ്റ് നമുക്ക് ജനറൽ ഇൻ്റഗ്രേഷൻ ഫോർമുല ഡിറൈവ് ചെയ്യാം. If given a set of data points x0, y0, x1, y1 up to xn, yn of a function y equal to f of x where f of x is not known explicitly, it is required to compute the value of definite integral I equal to integral a to b y dx. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ സെറ്റ് ഓഫ് ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ y equal to f of x ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് we will get I equal to integral a to b y into dx. Let the interval ab be divided into n equal subintervals such that a equal to x0 less than x1 less than x2 less than up to xn equal to b. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവെൽ ഒന്ന് ചേഞ്ച് ചെയ്യാണ്, ഇൻ്റർവെൽ ഡിവൈഡ് ചെയ്യാണ്. n സബ് ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എൻ്റെയും ബീൻ്റെയും അടുക്ക് x0 to xn n സബ് ഇൻ്റർവെൽസ് ഉണ്ട്. അതിനകത്ത് xn എന്ന് പറഞ്ഞാൽ x0 പ്ലസ് NH ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റർവെൽ എ ബി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? I ഈക്വൽ ടു ഇൻ്റഗ്രൽ x0 to xn y dx. ഇനി ഇതിലെ y ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുന്ന സമയത്ത് we will get I ഈക്വൽ ടു ഇൻ്റഗ്രൽ x0 to xn y0 പ്ലസ് p ഡെൽറ്റ y0 പ്ലസ് p ഇൻറ്റു p മൈനസ് 1/2 ഡെൽ സ്ക്വയർ y0 അങ്ങനെ അപ് ടു n വരെ ഉണ്ടാവും ഇൻറ്റു ഡി എക്സ്. ഇതിനകത്ത് എക്സ് ഈക്വൽ ടു x0 പ്ലസ് പി എച്ച് ആൻഡ് ഡി എക്സ് ഈക്വൽ ടു എച്ച് ഡി പി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ഐ ഈക്വൽ ടു എച്ച് ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു n y0 പ്ലസ് പി ഡെൽറ്റ y0 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1/2 ഡെൽ സ്ക്വയർ y0 ആൻഡ് എക്സെട്ര. സോ ഒന്നും കൂടി അറേഞ്ച് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ x0 to xn y dx ഈക്വൽ ടു nh ഇൻറ്റു y0 പ്ലസ് n/2 ഡെൽറ്റ y0 പ്ലസ് n ഇൻറ്റു 2n മൈനസ് 3/12 del square y0 and up to n we will get that. This is the general integration formula. ഇനി ഈ ജനറൽ ഇൻ്റഗ്രേഷൻ ഫോർമുലയ്ക്കകത്ത് നമ്മൾ എന്നിന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴുള്ള കേസസ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രപ്പിസോയിഡൽ റൂൾ എന്ന് പറയുമ്പോൾ എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ എന്നിന് 1 കൊടുക്കുന്ന സമയത്ത് വി വിൽ ഒബ്റ്റെയിൻ ഇക്വേഷൻ. ഫസ്റ്റ് നോക്കാം. 1 കൊടുക്കുന്ന സമയത്ത് എന്താ, 1 ഹയർ ഓർഡർ ദാൻ 1 വിൽ ബിക്കം 0, അതായത് 1 മൈനസ് 1 അങ്ങനെ വരും. അപ്പം ഇൻ്റഗ്രൽ x0 to x1 y dx ഈക്വൽ ടു h ഇൻറ്റു y0 പ്ലസ് ഹാഫ് ഡെൽറ്റ y0. അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വി വിൽ ഗെറ്റ് h/2 y0 പ്ലസ് y1. ഇനി ഇത് തന്നെ കേസ് x1 to x2 നമ്മളിപ്പോൾ n സബ് ഇൻ്റർവെൽസ് ആക്കിയിട്ടുണ്ട്. അതിൽ x1 to x2 എന്നുള്ള ഇൻ്റർവെൽ എടുക്കുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ x1 to x2 y dx ഈക്വൽ ടു h/2 y1 പ്ലസ് y2. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഫൈനലി ജനറലായിട്ട് പറയുകയാണെങ്കിൽ nth ഇൻ്റർവെൽ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ xn മൈനസ് 1 ടു xn y dx ഈക്വൽ ടു h/2 yn മൈനസ് 1 പ്ലസ് yn. ഇനി ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ഓരോ ഇക്വേഷൻസും ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വി വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ x0 ടു xn y dx ഈക്വൽ ടു h/2 ഇൻറ്റു h/2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തതാണ്. h/2 ഇൻറ്റു y0 പ്ലസ് 2 ഇൻറ്റു y1 y2 എക്സെട്ര yn മൈനസ് 1 ആൻഡ് പ്ലസ് yn. ഇതാണ് നമ്മുടെ ട്രപ്പിസോയിഡൽ റൂൾ. ട്രപ്പിസോയിഡൽ ഇക്വേഷൻ ഇതാണ്. ഇനി അടുത്തതാണ് സിംപ്സൺസ് 1/3 റൂൾ. അപ്പോൾ ഈ സിംപ്സൺസ് 1/3 റൂളിൽ നമ്മൾ ഈ ജനറൽ ഇൻ്റഗ്രേഷൻ ഫോർമുലയ്ക്കകത്ത് n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് സിംപ്സൺസ് 1/3 റൂൾ. അപ്പോൾ n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഹയർ ഓർഡർ ദാൻ 2 വിൽ ബി 0. സോ ഫസ്റ്റ് വി വിൽ ഗെറ്റ്
integral x0 to x2 y dx equal to 2 into h, അതായത് n2, 2h into y0 plus delta y0 plus 1/6 del square y0. അതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ x/3 y0 plus 4y1 plus y2. ഇങ്ങനെ അടുത്ത ഇൻ്റർവെൽ എടുക്കുകയാണ്. അപ്പോൾ അടുത്ത ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ x2 to x4 ആയിരിക്കും. അപ്പോൾ x2 to x4, x4 to x6 അങ്ങനെ ഓരോ നമ്മൾ ഇൻ്റർവെൽ കണ്ടുപിടിച്ച് ജനറലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ xn-2 to xn y dx equal to h/3 into yn-2 plus 4yn-1 plus yn. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x0 to xn y dx equal to h/3 into y0 plus 4 into ഈ ഓഡ് മൾട്ടിപ്പിൾസ് എല്ലാം 4ൻ്റെ മൾട്ടിപ്ലൈ ആക്കും. അപ്പോൾ 4 into y1 plus y3 plus y5 plus etc. yn-1 ആൻഡ് 2ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നത് y2 y4 y6 etc. yn-2 ആൻഡ് ലാസ്റ്റ് ടേം y പ്ലസ് yn. ഇതാണ് സിംപ്സൺസ് 1/3 റൂൾ. ഇനി സിംപ്സൺസ് 3/8 റൂൾ നോക്കുകയാണെങ്കിൽ എന്നിന് 3 കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് സിംപ്സൺസ് 3/8 റൂൾ. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെൽ x0 x3 അത് നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ x0 to x3 y dx equal to 3h into y0 plus 3/2 y delta y0 plus 3/4 delta del square y0 plus 1/8 del cube y0. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ന്യൂട്ടൺസ് ഫോമിലൊക്കെ നമുക്കറിയാം. അത് വെച്ച് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 3h/8 ഇൻറ്റു y0 പ്ലസ് 3y1 പ്ലസ് 3y2 പ്ലസ് y3. ഇനി ഇങ്ങനെ ഓരോ ഇൻ്റർവെലും കാണുക. x3 ഇപ്പോൾ x0 x3 കണ്ട് അതുപോലെ x3 x6 x9 അങ്ങനെ കണ്ടുപോകുന്ന സമയത്ത് ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ nth ഇൻ്റർവെലായിട്ട് നോക്കുകയാണെങ്കിൽ x0 to xn അത് നമുക്ക് കിട്ടുക ഇൻ്റഗ്രൽ x0 to xn y dx equal to 3h/8 y0 plus 3y1 plus 3y2 plus y3 പിന്നെ ഓരോന്ന് ആഡ് ചെയ്ത് അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടാം 3h/8 ഇൻറ്റു y0 പ്ലസ് 3 ഇൻറ്റു y1 y2 y4 y5 y7 പ്ലസ് എക്സെട്ര ഈക്വൽ ടു plus 2 into y3 plus y6 plus y9 plus etc. and that final term plus yn. ഇതാണ് സിംപ്സൺസ് 3/8 റൂൾ. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന റൂള് സിംപ്സൺസ് 1/3 റൂൾ വെച്ചിട്ടാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 plus x dx correct to 3 decimal places using both trapezoidal and Simpson's rule. അപ്പോൾ എച്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് h equal to 0.5 ആണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ പറയുന്നത് 0 to 1 ആണ്. അപ്പോൾ നമുക്ക് 3 ഡാറ്റാസ് ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 0 എക്സിൻ്റെ വാല്യൂ 0.5 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y നമുക്കറിയാം ഫംഗ്ഷൻ എന്താണ് 1/1 plus x ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. ഇനി നമ്മളെ ട്രപ്പിസോഡൽ റൂളിൻ്റെയും സിംപ്സൺസ് റൂളിൻ്റെയും ജനറൽ ഫോമുല എടുക്കാം. അതിനകത്ത് ഈ ടാബിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ട്രപ്പിസോഡൽ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ x0 to xn y dx equal to h/2 y0 plus 2 into y1 plus y2 plus etc. plus yn-1 plus yn. അപ്പോൾ h എന്ന് പറഞ്ഞാൽ 0.5/2 ഇൻറ്റു y0 ഫസ്റ്റ് ടേം നോക്കുക 1 ആണ് പ്ലസ് 2 ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര. നമുക്ക് ഇവിടെ 3 ടേമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഫസ്റ്റ് ടേം y0 ആയിരിക്കും, പിന്നെ y1 y2 പറയുമ്പോൾ ലാസ്റ്റ് ടേം ആയിട്ടാണ് y2 എടുക്കുന്നത്. yn ആണ് ഇവിടെ ലാസ്റ്റ് ടേം എടുക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 0.6667 പ്ലസ് 0.5. അപ്പോൾ ടോട്ടൽ ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് വി വിൽ ഗെറ്റ് 0.70835. ഇതാണ് ട്രപ്പിസോയിഡൽ റൂൾ വെച്ചിട്ട് നമ്മളെ ഫൈനൽ ആൻസർ. ഇനി സിംപ്സൺസ് റൂൾ നോക്കുകയാണെങ്കിൽ സിംപ്സൺസ് റൂൾസിൻ്റെ ഇക്വേഷൻ നോക്കാം. ഇൻ്റഗ്രൽ x0 to xn y dx equal to h/3 ഇൻറ്റു y0 പ്ലസ് 4 y1 പ്ലസ് y3 പ്ലസ് y5 പ്ലസ് എക്സെട്ര yn-1 പ്ലസ് 2 ഇൻറ്റു y2 പ്ലസ് y4 പ്ലസ് y6 പ്ലസ്
എക്സെട്ര പ്ലസ് yn മൈനസ് 1 പ്ലസ് yn. ഇതിനകത്ത് എച്ചിൻ്റെ വാല്യൂ 0.5/3. ഫസ്റ്റ് ടേം 1 ആണ്. ഇനി 4 ഇൻറ്റു y0 4 ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ 0.6667. ഇനി 2 ഇൻറ്റു ടേം നോക്കുകയാണെങ്കിൽ നമുക്ക് ടേം ഇല്ല, 3 ടേമേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, yn മാത്രം കൊടുത്താൽ മതി. അപ്പോൾ yn ഈക്വൽ ടു 0.5. ഇത് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് 0.6945. ഇതാണ് നമ്മളെ ഈ 1/1 + x എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ, ഈ ഫംഗ്ഷൻ നമ്മൾ ട്രപ്പിസോയിഡൽ റൂൾ ആൻഡ് സിംപ്സൺസ് റൂൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സൊല്യൂഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ അൽഗോരിതം നോക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രപ്പിസോയിഡൽ റൂളിൻ്റെ അൽഗോരിതം. ഫസ്റ്റ് തന്നെ നമ്മൾ ഏതൊരു അൽഗോരിതത്തിലും ഫസ്റ്റ് സ്റ്റാർട്ട് ആയിക്കൊണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട്, പിന്നെ അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ? ലോവർ ലിമിറ്റ് വേണം, അപ്പർ ലിമിറ്റ് വേണം, നമ്പർ ഓഫ് സബ് ഇൻ്റർവൽ വേണം. ഇതൊക്കെ റീഡ് ലോവർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, അപ്പർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് നമ്പർ ഓഫ് സബ് ഇൻ്റർവൽ. ഇനി ഫോർത്ത് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് സ്റ്റെപ്പ് സൈസ്. സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് h ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ നമ്പർ ഓഫ് സബ് ഇൻ്റർവൽ. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് സെറ്റ് integration value equal to f of lower limit plus f of upper limit. Then set I equal to 1. If I greater than number of sub interval, then go to calculate k equal to lower limit plus I into h. Calculate integration value equal to integration value plus 2 into f of k. Increment I by 1, that is I equal to I plus 1 and go to step 7. ഇവിടെ പറയുന്നത് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓരോ വാല്യൂസിനും ഈ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ അപ് ടു 10th വരെയുള്ള സ്റ്റെപ്പിൽ ഒരു ലൂപ്പിനകത്ത് ഓരോ വാല്യൂസിനും ഇത് ഈ ഇക്വേഷൻ ട്രപ്പിസോയിഡൽ റൂളിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി 11th സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ഇൻ്റഗ്രേഷൻ വാല്യൂ ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ വാല്യൂ ഇൻറ്റു സ്റ്റെപ്പ് സൈസ് ബൈ 2. 12th സ്റ്റെപ്പ് ഡിസ്പ്ലേ ഇൻ്റഗ്രേഷൻ വാല്യൂ ആസ് റിക്വയർഡ് ആൻസർ. ആൻഡ് 13th സ്റ്റെപ്പ് ഈസ് സ്റ്റോപ്പ്. അപ്പോൾ 12th സ്റ്റെപ്പിൽ അത് പ്രിൻറ്റ് ചെയ്യും ആൻഡ് 13th സ്റ്റെപ്പിൽ സ്റ്റോപ്പ് ചെയ്യും. ഇനി അടുത്തത് സിംപ്സൺസ് റൂളിൻ്റെ അൽഗോരിതം. സിംപ്സൺസ് 1/3 റൂളാണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഡിഫൈൻ. അടുത്തത് സിംപ്സൺസ് 1/3 റൂളിൻ്റെ അൽഗോരിതം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. തേർഡ് സ്റ്റെപ്പിൽ റീഡ് ലോവർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, അപ്പർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് നമ്പർ ഓഫ് സബ് ഇൻ്റർവൽ. ആൻഡ് ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ സ്റ്റെപ്പ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് സ്റ്റെപ്പ് സൈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ നമ്പർ ഓഫ് സബ് ഇൻ്റർവൽ. ആൻഡ് ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ സെറ്റ് ഇൻ്റഗ്രേഷൻ വാല്യൂ ഈക്വൽ ടു എഫ് ഓഫ് ലോവർ ലിമിറ്റ് പ്ലസ് എഫ് ഓഫ് അപ്പർ ലിമിറ്റ്. സിക്സ്ത് സ്റ്റെപ്പിൽ സെറ്റ് ഐ ഈക്വൽ ടു 1. ദെൻ ഇഫ് ഐ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് സബ് ഇൻ്റർവൽ, ദെൻ ഗോ ടു കാൽക്കുലേറ്റ് കെ ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് ഐ ഇൻറ്റു എച്ച്. ആൻഡ് നയൻത് സിംപ്ലി ഇഫ് ഐ ഈക്വൽ ടു മോഡുലസ് 2 equal to 0, then integration value equal to integration value plus 2 into f of k. Otherwise integration value equal to integration value plus 4 into f of k. And if increment I by 1, that is I equal to I plus 1 and go to step 7. ഇതിൽ നമ്മൾ നേരത്തെ കണ്ട ട്രപ്പിസോയിഡൽ റൂളിൻ്റെ ഓൾമോസ്റ്റ് സെയിം അൽഗോരിതം തന്നെയാണ് വരിക. അപ്പോൾ ഇക്വേഷൻസിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ആ ഇക്വേഷൻസിൻ്റെ ഭാഗം മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരിക. ആൻഡ് ദെൻ 11th സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ഇൻ്റഗ്രേഷൻ വാല്യൂ ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ വാല്യൂ ഇൻറ്റു സ്റ്റെപ്പ് സൈസ്. ദെൻ ഡിസ്പ്ലേ ഇൻ്റഗ്രേഷൻ വാല്യൂ ആസ് റിക്വയർഡ് ആൻസർ ആൻഡ് ദെൻ സ്റ്റോപ്പ്. ഇതാണ് സിംപ്സൺസ് 1/3 റൂളിൻ്റെ അൽഗോരിതം. നമുക്ക് പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് ട്രപ്പിസോയിഡൽ റൂളിൻ്റെ പ്രോഗ്രാം. ഫസ്റ്റ് ഡിഫൈൻ ദ ഫംഗ്ഷൻ, ഡിഫൈൻ എഫ് ഓഫ് എക്സ്, ദെൻ റിട്ടേൺ 1/1 plus x, ആൻഡ് ദെൻ ഗിവ് a equal to float input, enter the lower limit, b equal to float input, enter the upper limit, k equal to a, h equal to float input, enter the step size. ഫസ്റ്റ് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ അൽഗോരിതം ഇപ്പോൾ കണ്ടതാണല്ലോ, അപ്പോൾ
സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, സ്റ്റെപ്പ് സൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദെൻ y ഈക്വൽ ടു ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ ടോട്ടൽ ഈക്വൽ ടു 0 വയൽ k ലെസ് ദാൻ ഓർ ഈക്വൽ ടു b, y ഡോട്ട് അപ്പെൻഡ് f of k ഈക്വൽ ടു k പ്ലസ് h. total, then total is again defined as total equal to first total 0, that is total plus y0 plus y of length of y minus 1. അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും, ഫസ്റ്റ് വാല്യൂ ആൻഡ് ലാസ്റ്റ് വാല്യൂ ആണ് ഈ ടോട്ടലിൽ അത് പറഞ്ഞ ലാസ്റ്റിലുള്ള ആ പറഞ്ഞത്. ആൻഡ് ദെൻ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഫോർ I in range 1, length of y minus 1, that is total equal to y total plus y of I into 2, integral equal to total into h by 2. ഇത് നമ്മളെ ഇക്വേഷനാണ്. ഇക്വേഷന് ആ ടോട്ടൽ ഇക്വേഷന് 2 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫൈനൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മളെ ആൻസർ കിട്ടും. Then print within the limit a and b integral of the given function, print integral. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അടുത്ത് ലോവർ ലിമിറ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ 0 കൊടുത്തു, അപ്പർ ലിമിറ്റ് 1, സ്റ്റെപ്പ് സൈസ് കൊടുത്തു 0.5. ആ സമയത്ത് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്തിട്ട് ഫൈനൽ ആൻസർ വി വിൽ ഗെറ്റ് വിത്തിൻ ദ ലിമിറ്റ് a and b integral of the given function is 0.70835. ഇങ്ങനെയാണ് ട്രപ്പിസോയിഡൽ റൂൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക. ഇങ്ങനെയായിരിക്കും. ആൻഡ് നമുക്ക് ട്രപ്പിസോയിഡൽ റൂളിൽ തന്നെ വേറൊരു തരത്തിൽ, ഇതിപ്പോൾ നമുക്ക് ഫങ്ഷൻ തന്നിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇഫ് ഡാറ്റ ഈസ് ഗിവൺ എക്സ് ആൻഡ് വൈ വാല്യൂസ് ഒക്കെ തന്നിട്ട് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രോഗ്രാം റൺ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഡാറ്റ, വൈ ഡാറ്റ, ടോട്ടൽ 0, n ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ നമ്പർ ഓഫ് ഡാറ്റ പോയിൻറ്റ്സ്, എത്ര ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് n പറയുന്നത്. ദെൻ ഫോർ I in range 1, n+1, print for point I, x ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ x, y ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ y, x ഡാറ്റ ഡോട്ട് അപ്പെൻഡ് x, y ഡാറ്റ ഡോട്ട് അപ്പെൻഡ് y. ഈ എക്സിൻ്റെയും വൈൻ്റെയും ഓരോ വാല്യൂസും എൻ്റർ ചെയ്യാൻ ചോദിക്കും. അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ എക്സ് ഡാറ്റ വൈ ഡാറ്റ എന്ന് പറഞ്ഞതിലേക്ക് ഓരോ വാല്യൂസും എൻ്റർ ചെയ്യും. ആൻഡ് h ഈക്വൽ ടു ഫ്ലോട്ട് എക്സ് ഡാറ്റ 1 മൈനസ് എക്സ് ഡാറ്റ ഓഫ് 0, ദാറ്റ് ഈസ് സ്റ്റെപ്പ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ആൻഡ് ദെൻ ദ ഇക്വേഷൻ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് വൈ ഡാറ്റ ഓഫ് 0 പ്ലസ് വൈ ഡാറ്റ n-1, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാല്യൂസ് ആണ് പറയുന്നത്. ദെൻ ഫോർ I in range 1, n-1, that is total equal to total plus 2 into y data of I, integral equal to total into h by 2. ഇത് നമ്മളെ ട്രപ്പിസോയിഡൽ റൂളിൻ്റെ ഫൈനൽ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാം ഈ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ സ്റ്റെപ്പിലാണ്. ദെൻ പ്രിൻറ്റ് ഇൻ്റഗ്രൽ വിത്തിൻ ദ ലിമിറ്റ് ഈസ് ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസും നമ്മളെടുത്ത് റിസൾട്ടിൽ റൺ ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെയും വൈൻ്റെയും ഓരോ വാല്യൂസും ചോദിക്കും. അത് എത്രയാണോ കൊടുത്തത് അത്രയും നമ്പർ ഓഫ് ഡാറ്റാസ് ചോദിക്കും. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസൊക്കെ നമ്മൾ അവിടെ കൊടുക്കുക. ദെൻ വി വിൽ ഗെറ്റ് ദാറ്റ് ഫൈനൽ ആൻസർ ഇൻ്റഗ്രൽ വിത്തിൻ ദ ലിമിറ്റ് ഈസ് പറഞ്ഞിട്ട് ഈ ട്രപ്പിസോയിഡൽ റൂളിൻ്റെ ആ വാല്യൂസിനുള്ള ട്രപ്പിസോയിഡൽ റൂളിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അടുത്തത് നമുക്ക് സിംപ്സൺസ് റൂളിൽ എങ്ങനെയാണ് പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് ഡാറ്റാസ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ എക്സ് ഡാറ്റ ഈ ട്രപ്പിസോയിഡൽ റൂളിൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ്. ചെറിയ ഇക്വേഷൻസിൽ വരുന്ന ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴെ ഇക്വേഷൻ എങ്ങനെയാണോ മാറുന്നത് അത് മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ എക്സ് ഡാറ്റ വൈ ഡാറ്റ ടോട്ടൽ 0, n ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ നമ്പർ ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ഫോർ I in range 1, n+1, print enter the point I, x equal to input enter x, y equal to input enter y, x data dot append x, y data dot append y, h equal to float x data of 1 minus x data of 0, total equal to y data of 0 plus
y data n minus 1. ഇത് ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ആണ്. ദെൻ ഫോർ i in range 1 comma n minus 1 2 total equal to total into 4 into y data of I for i in range 2 n minus 1 2 total equal to total plus 2 into y data I. അതായത് നമ്മുടെ ട്രപ്പിസോയിഡലിനകത്ത് നമുക്ക് ഒരു y0 എന്ന് പറഞ്ഞ ടേമും yn നടുക്കുള്ളത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കുറച്ച് വാല്യൂസും അതിനുള്ളത്. പക്ഷേ സിംസൺസ് റൂൾ നമുക്ക് അറിയാം, 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടും 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടും രണ്ടെണ്ണം ഒരു 4 ഗ്രൂപ്പായിട്ട് ഉണ്ട്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് പറഞ്ഞത്, ദെൻ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടേം ചെയ്തു. ഇനി ഫൈനൽ ഇൻ്റഗ്രൽ ഈക്വൽ ടു ടോട്ടൽ ഇൻറ്റു h/3. അപ്പോൾ ദെൻ പ്രിൻറ്റ് ഇൻ്റഗ്രൽ വിത്തിൻ ദ ലിമിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മൾ ഓരോ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഈ 4 ലൂപ്പിനകത്ത് ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ദെൻ ടോട്ടൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യും. ഇറ്റ് വിൽ പ്രിൻറ്റ് ഇൻ്റഗ്രൽ വിത്തിൻ ദ ലിമിറ്റ്, എത്രയാണോ വാല്യൂ അത് പ്രിൻറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ സിംസൺസിൻ്റെ തന്നെ ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് ഡിഫൈൻ ദ ഫംഗ്ഷൻ ആൻഡ് ദെൻ റിട്ടേൺ 1/1 plus x. Then lower limit is given, a equal to float input, enter the lower limit, b equal to float input, enter the upper limit, k equal to a, h equal to float input, enter the step size. ഇത് സ്റ്റെപ്പ് സൈസ് തരുന്ന സമയത്താണ് നമ്മളിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫോർമാറ്റിൽ ചെയ്യാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ ചെയ്തിട്ട് എച്ചിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടും ചെയ്യാം. ദെൻ y equal to bracket then total 0 while k less than or equal to b, y dot append f of k equal to k plus h, total y of 0 plus y of length y minus 1, that is first and last value. For I in range 1 comma ln y of minus 1 in comma 2, that is total plus y into total plus 4 into y of I. And for I in range 2 ln of y minus 1 into comma 2, total equal to total plus 2 into y of I. ഫോർ മൾട്ടിപ്ലൈ വരുന്ന ഭാഗവും 2 മൾട്ടിപ്ലൈ വരുന്ന ഭാഗവും കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് വാല്യൂ ഇൻ്റഗ്രൽ ഈക്വൽ ടു ടോട്ടൽ ഇൻറ്റു h/3. ദെൻ വി വിൽ പ്രിൻറ്റ് വിത്തിൻ ദ ലിമിറ്റ് a ആൻഡ് b ഇൻ്റഗ്രൽ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഇൻ്റഗ്രൽ. ഈ ഇൻ്റഗ്രൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ റിസൾട്ട് കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ലോവർ ലിമിറ്റ് ചോദിക്കും, ലോവർ ലിമിറ്റ് കൊടുക്കുക. ദെൻ അപ്പർ ലിമിറ്റ് ചോദിക്കും ആൻഡ് സ്റ്റെപ്പ് സൈസ് ചോദിക്കും. ഫൈനലായിട്ട് ആൻസർ പ്രിൻറ്റ് ചെയ്യുക. വിത്തിൻ ദ ലിമിറ്റ് എ ആൻഡ് ബി ഇൻ്റഗ്രൽ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 0.6945. ഇത് ഫസ്റ്റ് നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു, ആ പ്രോബ്ലത്തിൻ്റെ പ്രോഗ്രാമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്.